ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമ്മള് ഭയങ്കര ടേസ്റ്റി ആൻഡ് വെരി ഈസി ഉണക്കച്ചെമ്മീന്റെ ചമ്മന്തി റെസിപ്പിയാണ് നോക്കുന്നത്. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു തവയെടുത്ത് നന്നായി ചൂടാകുക. ആ ചൂടായ ശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് ഉണക്കച്ചെമ്മീൻ നന്നായി വൃത്തിയാക്കിയത് ആഡ് ചെയ്യുക. ഇപ്പൊ നമുക്ക് പാക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ് ഈ ഉണക്കച്ചെമ്മീന്. അതുകൊണ്ട് അതിലെ ആ തലയുടെ പോർഷനും അതുപോലെ തന്നെ ഈ വാൽ പോർഷനും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ വാട്ടറിൽ ഒരു 2 to 3 ടൈംസ് വാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നന്നായി ക്ലീൻ ആയിരിക്കും. ഇനി അതൊരു 2 to 3 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും അതിന് കൂടത്തിൽ തന്നെ നമുക്ക് ഒരു 4 to 5 ഉണക്കമുളകും കൂടെ ആഡ് ചെയ്യുക. ഈ ഉണക്കമുളകിന്റെ എണ്ണ എന്ന് പറയുന്നത് എരിവിനെ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടെ എണ്ണം കൂട്ടാവുന്നതാണ്. നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു 5 to 7 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി മിക്സി ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു 1/2 സവോള ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യുക. സവോളയെക്കാളും ബെറ്റർ കൊച്ചുള്ളിയാണ്, അത് ഒരു 10 എണ്ണം ആഡ് ചെയ്യാവുന്നതാണ്. ശേഷം അതിന്റെ കൂടെ തന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പമുള്ള സീഡൊക്കെ മാറ്റിയിട്ടുള്ള പുളിയും കൂടെ, വാളൻപുളിയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ശേഷം നമ്മൾ ആ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കമുളകും കുറച്ച് കറിവേപ്പില, ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ആ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കണം. അപ്പൊ ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ ഒഴികെ നമ്മൾ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഗ്രൈൻഡ് അല്ല, ക്രഷ് ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ മിക്സിയിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ മിക്സിയിലും അവൈലബിൾ ആണ്. ഈ ഗ്രൈൻഡ് ചെയ്യുന്നതല്ല, അത് പൾസ് എന്നും പറഞ്ഞിട്ടൊരു ഫസ്റ്റ് ഒരു ബട്ടൺ ഉണ്ട്. അതിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേനും ഒന്ന് ക്രഷ് ആയി വരുന്ന ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. സോ അങ്ങനെ 3 to 4 ടൈംസ് അത് ചെയ്ത ശേഷം എല്ലാം കൂടെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് തേങ്ങ കൂടി ആഡ് ചെയ്യുക. തേങ്ങയുടെ ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്കച്ചെമ്മീൻ നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ എടുക്കും. അതാണ് നമ്മുടെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടെ ചേർത്തിട്ട് ഇനി നന്നായിട്ട് എന്ത് ചെയ്യുക, ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഞാൻ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല, ഒന്നും ചേർക്കാതെ തന്നെയാണ്. നമുക്ക് വെള്ളത്തേക്കാൾ ഇപ്പൊ നിങ്ങൾക്ക് ഗ്രൈൻഡ് ആയി വരുന്നില്ലെങ്കിൽ കുറച്ചൊരു 2 to 3 ഡ്രോപ്സ് ഓയിൽ, നമ്മുടെ വെളിച്ചെണ്ണ ചേർത്ത് അരച്ചെടുക്കുന്നത് പ്രത്യേക ടേസ്റ്റ് വരും. ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിൾ, വെരി ടേസ്റ്റി ആണ്. നിങ്ങൾക്ക് എന്തായാലും നെക്സ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് മാത്രം മതി ചോറിന്റെ കൂട്ടത്തില്. ഈ ഞങ്ങളുടെ വീട്ടിലൊരു ഫേവറേറ്റ് റെസിപ്പിയാണ്. സോ പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.